ഓക്കെ, സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചില ഇൻട്രസ്റ്റിംഗ് കൂൾ സ്മാർട്ട് ഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കാണാൻ പോകുന്നത്. ചില ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ്ഫുൾ ആണ്, ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാൻസി ആണ്. ഓക്കെ, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളറിയാത്ത മിനിമം 3 ടിപ്സ് എങ്കിലും ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് യൂട്യൂബിൻ്റെ ആപ്പ് നമ്മൾ മിനിമൈസ് ചെയ്യുമ്പോൾ ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി പോസ് ആവും. ബാക്ക്ഗ്രൗണ്ടിൽ ഓഡിയോ റൺ ആവില്ല. ആ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വേണമെങ്കിൽ യൂട്യൂബ് പ്രീമിയം അതൊക്കെ എടുക്കണം അല്ലേ. അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ അത് ചെയ്യാൻ വേണ്ടി VLC പ്ലെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. VLC പ്ലെയർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വീഡിയോ പ്ലെയറാണ് VLC പ്ലെയർ. സോ VLC പ്ലെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതുവഴി ബാക്ക്ഗ്രൗണ്ടിൽ ഓഡിയോ കേൾക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ യൂട്യൂബിൻ്റെ പ്ലെയർ നമുക്ക് PIP മോഡിൽ കാണാൻ കഴിയും. PIP മോഡ് എന്ന് പറയുമ്പം പിക്ചർ ഇൻ പിക്ചർ മോഡാണ്. ഞാൻ കാണിച്ചു തരാം സംഭവം എന്താണെന്ന്. സോ ഫസ്റ്റ് നമ്മൾ VLC പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് VLC സെർച്ച് ചെയ്താൽ മതി. സോ ഫസ്റ്റ് വരുന്ന സംഭവമാണ് VLC പ്ലെയർ, VLC ഫോർ ആൻഡ്രോയിഡ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ വിട്ടാൽ മതി, നോ ഇഷ്യൂസ്. നെക്സ്റ്റ് നമുക്ക് നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യാം. സോ പ്ലേ ആവുന്നുണ്ട്, സൗണ്ടും വരുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ട്രിക്ക് ചെയ്യാം. ആ ട്രിക്ക് ചെയ്യാൻ വേണ്ടി തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ പോസ് ചെയ്യാം, നോ ഇഷ്യൂസ്. വീഡിയോ പോസ് ചെയ്തു. നെക്സ്റ്റ് ആണ് ആ ഷെയർ ബട്ടൺ ഉണ്ടല്ലോ, നമ്മുടെ ഒരു വീഡിയോ ടൈറ്റിലിൻ്റെ താഴെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്കിൻ്റെ റൈറ്റ് സൈഡിലൊരു ഷെയർ ബട്ടൺ ഉണ്ട്. അത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പ്ലേ വിത്ത് VLC എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ആ ഒരു വീഡിയോ ഇപ്പം VLC പ്ലെയറിലാണ് പ്ലേ ആവുന്നത്. ഇനിയാണ് ട്രിക്ക് ചെയ്യാൻ വേണ്ടി ബോട്ടം റൈറ്റ് സൈഡിലുള്ള ഒരു മെനു ബട്ടൺ ഉണ്ടല്ലോ, 3 ഡോട്ട്, അവിടെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് പോപ്പ് അപ്പ് പ്ലെയർ കണ്ടില്ലേ. ഇനി ആ ഒരു വീഡിയോ നമുക്കിവിടെ ഒരു ചെറിയ ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളിനി ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും ആ ഒരു സംഭവം അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അത് ക്ലോസ് ആവില്ല. സോ അതൊരു വളരെ നല്ലൊരു യുണീക്ക് നല്ലൊരു യൂസ്ഫുൾ ഫീച്ചറാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ ആസ് എൻ ഓഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. സെയിം സംഭവമാണ്. ബോട്ടം റൈറ്റ് സൈഡിലുള്ള മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്ലേ ആസ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്ലേ ആസ് ഓഡിയോ കണ്ടില്ലേ, പ്ലേ ആവുന്നുണ്ട്. സോ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിൾ G എല്ലാ സംഭവങ്ങളും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക എല്ലാ സ്മാർട്ട് ഫോൺസിലും ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് ആണ്. അവർ മിക്ക എല്ലാ സംഭവങ്ങളും ട്രാക്ക് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക്കലി നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പോക്കറ്റിൽ നമ്മൾ ഫോൺ വെച്ച് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, നടക്കുന്നുണ്ടെങ്കിലും, ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ലൊക്കേഷൻ എല്ലാം അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഈ ഒരു ലൊക്കേഷൻ ട്രാക്കിംഗ് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഗൂഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അത്രയും ഈസി അല്ല, കുറച്ച് ഉള്ളിലേക്ക് കയറി ചെല്ലണം. അത് നോർമലി അങ്ങനെയാണല്ലോ. സോ അത് ചെയ്യാൻ വേണ്ടി സെറ്റിങ്സിൽ പോകണം. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. അഡ്വാൻസ്ഡ് ഗൂഗിൾ ലൊക്കേഷൻ ഹിസ്റ്ററി. എൻ്റെ അക്കൗണ്ടിൽ ലൊക്കേഷൻ ഹിസ്റ്ററി സ്വിച്ച്ഡ് ഓഫ് ആണ്. നിങ്ങളുടെ അതിൽ ചിലപ്പോൾ സ്വിച്ച്ഡ് ഓൺ ആയിരിക്കും. അത് സ്വിച്ച് ഓഫ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ഒന്നും ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. ട്രാക്ക് ചെയ്ത് അവരുടെ അതിൻ്റെ ഇൻഫോർമേഷൻ ഒന്നും അവർക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കിംഗ് സ്വിച്ച് ഓഫ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ പഴയ നിങ്ങളുടെ ട്രാക്കിംഗ് ഹിസ്റ്ററിയൊക്കെ ഡിലീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഓട്ടോ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. മേളിൽ ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ഓൾഡർ ദാൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. താഴെ 3 ഓപ്ഷൻസ് ഉണ്ട്, 3 months, 18 months, 36 months. സോ നിങ്ങൾ 18 months സെലക്ട് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് 18th മന്തിൻ്റെ ഡേറ്റ മാത്രം അവർ വെക്കുകയുള്ളൂ. ബാക്കി പഴയ ഡേറ്റ എല്ലാം അവർ ഡിലീറ്റ് ചെയ്യും. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഏത് ഇൻഫോർമേഷൻ, ഏത് ഫയൽ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡിൽ ഇൻബിൽഡ് ഓപ്ഷൻ ഗൂഗിൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓപ്ഷനാണ് നിയർ ബൈ ഓപ്ഷൻ. അത് ആക്ടിവേറ്റ് ചെയ്യാൻ ഒന്നുകൂടെ സെറ്റിങ്സിലേക്ക് പോകണം. സ്ക്രോൾ ചെയ്ത് താഴേക്ക് എത്തുമ്പോൾ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഗൂഗിൾ ഡിവൈസ് ആൻഡ് ഷെയറിംഗ്, നിയർ ബൈ ഷെയർ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ സ്വിച്ച് ഓൺ ആവും. ഇനി നിങ്ങളുടെ ഫോണിൽ നിയർ ബൈ ഷെയർ വർക്ക് ആവും. ഓക്കെ, ഏത് ഫോണിലേക്കാണ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റോ മൂവി വീഡിയോ ഒക്കെ അയക്കേണ്ടത് ആ ഫോണിലും ഈ ഒരു ഫീച്ചർ സ്വിച്ച് ഓൺ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഇമേജ് എടുക്കാം. നെക്സ്റ്റ് ഷെയർ ക്ലിക്ക് ചെയ്യാം. ടോപ്പിൽ തന്നെ നിയർ ബൈൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ലുക്കിംഗ് ഫോർ നിയർ ബൈ ഡിവൈസസ് എന്ന് കാണിക്കുന്നുണ്ട്. സോ ആ ഒരു റിസീവർ ഫോണിൻ്റെ നിയർ ബൈ ഷെയറും സ്വിച്ച് ഡൗൺ ആണെങ്കിൽ ആ ഒരു ഫോൺ ഇവിടെ ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഫയൽ വേണമെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് അയക്കാൻ പറ്റും. വളരെ കൂൾ ഇൻബിൽട്ട് ഫീച്ചറാണ്. നെക്സ്റ്റ് ട്രിക്കിന് വേണ്ടി നിങ്ങൾക്കൊരു ബാറ്ററി വേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും അറിയാം സാംസങ്ങിൻ്റെ നോട്ട് ഫോണിൽ കിട്ടുന്നൊരു സംഭവമാണ് സ്റ്റൈലസ്. വളരെ കൂളായൊരു ഫീച്ചറാണ്. പക്ഷേ
നിങ്ങൾക്ക് ഏത് ഫോണിലും ഒരു ബാറ്ററി സ്റ്റൈലിസ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഉണ്ടല്ലോ, പോസിറ്റീവ് അല്ല നെഗറ്റീവ് ടെർമിനലും, ആ ടെർമിനൽ യൂസ് ചെയ്ത് നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പം ശരിക്കും ഫിംഗർ വെച്ച് സ്വൈപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കിട്ടുന്നത്. ഞാൻ കാണിച്ചു തരാം, വളരെ ഈസിയാണ്. ഇപ്പോൾ ഞാൻ ഇത് വെച്ചാണ് സ്വൈപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് കാണാൻ കഴിയും. വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല സ്മൂത്ത്നെസ് കിട്ടും, നമ്മൾ കൈവച്ച് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ കിട്ടും. ഓക്കെ, സോ അതുമാത്രമല്ല എന്തെങ്കിലും ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഇത് വെച്ച് ചെയ്യാൻ കഴിയും. ഈ ഒരു ബാറ്ററി ട്രിക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്നെനിക്കറിയില്ല, പക്ഷേ സ്റ്റിൽ ഒരു ഫാൻസി ട്രിക്കാണ്, ഒരു കൂൾ ട്രിക്കാണ്. പക്ഷേ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ട്രിക്ക് വളരെ യൂസ്ഫുൾ ട്രിക്കാണ്. ട്രിക്കല്ല, ഒരു ടിപ്പ് എന്ന് പറയാൻ പറ്റും. നമ്മൾ നമ്മുടെ ഭിത്തിയിൽ ഈ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഷെൽഫൊക്കെ തൂക്കിയിടാൻ നോക്കുമ്പോൾ നമ്മളെപ്പോഴും ലെവൽ നോക്കാറുണ്ടല്ലോ. ചെരിഞ്ഞിങ്ങനെ ഇരിക്കാൻ പാടില്ല, നേരെ ഇരിക്കണം. സോ നമ്മൾ സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ സ്പിരിറ്റ് ലെവൽ ഉണ്ടാവണമെന്നില്ല. നോ ഇഷ്യൂസ്. സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ കഴിയും, വളരെ ഈസിയാണ്. ഒന്നുമില്ല, ഗൂഗിൾ എടുക്കുക, എന്നിട്ട് ബബിൾ ലെവൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. സോ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്, സെർച്ച് ചെയ്യാം. ഫസ്റ്റ് കാണുന്ന ഒരു ഗ്രീൻ ബാർ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ലെവൽ മീറ്റർ അല്ലെങ്കിൽ ബബിൾ ലെവൽ അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവൽ. നിങ്ങൾക്കിത് ഒന്നെങ്കിൽ പോർട്രേറ്റ് മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പ് മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ലാൻഡ്സ്കേപ്പ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. താഴെ ആംഗിളിൻ്റെ ഡിഗ്രി കാണിക്കുന്നുണ്ട്, പ്ലസ് മൈനസിലേക്ക് പോകുന്നുണ്ട്. അത് 0 വരുമ്പോഴാണ് ആക്യുറേറ്റ് ആവുന്നത്. ഞാനിത് ശരിക്കുള്ള സ്പിരിറ്റ് ലെവൽ വെച്ച് ചെയ്ത് നോക്കിയിരുന്നു, വളരെ ആക്യുറേറ്റ് റീഡിംഗ് ആണ് കിട്ടുന്നത് കേട്ടോ. സോ തീർച്ചയായിട്ടും ഈ ഒരു ബബിൾ ലെവൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ട്രിക്ക് വളരെ വളരെ സിമ്പിൾ ട്രിക്കാണ്, മിക്കവാറും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ട്രിക്കായിരിക്കും. പണ്ടത്തെ പഴയ ലാൻഡ് ലൈൻ ഫോൺസിൽ ഒരു റീഡയൽ ബട്ടൺ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? മേളിൽ 6 എന്ന് എഴുതിയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഡയൽ ചെയ്ത് നമ്പർ ഡയൽ ചെയ്യും ഓട്ടോമാറ്റിക്കലി. ആ സെയിം സംഭവം നമ്മുടെ സ്മാർട്ട് ഫോണിലുണ്ട്. അതിനുവേണ്ടി നമുക്ക് എന്തായാലും റീസെൻ്റിൽ പോയിട്ട് ഒന്നുകൂടെ ഡയൽ ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ ഇതും ഒരു ട്രിക്ക് തന്നെയാണ്. സോ നിങ്ങളുടെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക, ഈ ഗ്രീൻ ഡയലിംഗ് ബട്ടൺ നിങ്ങൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ കാണിക്കും. സോ ഒരു റീഡയലാണ്, 2 തവണ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീഡയൽ ആവും. സോ അതാണ് ബേസിക് സംഭവം. നമ്മുടെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോണിൽ ഒരുപാട് ഹാർഡ്വെയർ കോമ്പണൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേ ഉണ്ട്, ക്യാമറ ഉണ്ട്, സ്പീക്കർ ഉണ്ട്, മൈക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ കോമ്പണൻസ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു സീക്രട്ട് കോഡ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. *#0* എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടെസ്റ്റിംഗ് സെൻറ്റർ തുറന്നു വരും. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേൻ്റെ കളറൊക്കെ കാലിബ്രേഷനൊക്കെ ശരിയാണോ എന്നറിയാൻ വേണ്ടി റെഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബാക്ക് പോയിട്ട് ഗ്രീൻ, ബ്ലൂ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ വൈബ്രേഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, വൈബ്രേഷൻ വർക്ക് ആവുന്നുണ്ടോ. സോ വർക്ക് ആവുന്നുണ്ട്, വൈബ്രേറ്റ് ആവുന്നുണ്ട്, അത് വർക്ക് ആവുന്നുണ്ട്. നെക്സ്റ്റ് ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിലുള്ള എല്ലാ ക്യാമറാസ് ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. സോ ഞാനിപ്പം മെഗാ ക്യാം എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. സോ ഇതാണ് എൻ്റെ പ്രൈമറി ക്യാമറ, ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അൾട്രാവൈഡ് ക്യാമറ ടെസ്റ്റ് ആവുന്നുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ അതും ആവുന്നുണ്ട്. നെക്സ്റ്റ് ആണ് മാക്രോ ക്യാമറ, അതും വർക്ക് ആവുന്നുണ്ട്. അതേ രീതിയിൽ ഫ്രണ്ട് ക്യാം, ടച്ച്, സെൻസർ, സ്പീക്കർ എല്ലാം നിങ്ങൾക്ക് ഇതുവഴി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 2 ടിപ്സും വാട്സാപ്പ് ബേസ്ഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റിൻ്റെ മുകളിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ പറ്റും. ആ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. പക്ഷേ ഏതെങ്കിലും ഫോട്ടോൻ്റെ താഴെ ഒരു ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യാൻ പറ്റില്ല. സോ ഫോർ എക്സാമ്പിൾ ഈ ഫോട്ടോൻ്റെ താഴെയുള്ള ഇവിടെ ഞാൻ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പം അത് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? ആ ഒരു സംഭവമുണ്ട്. അത് മറികടക്കാൻ വേണ്ടി വളരെ ഈസിയായ ഒരു ടെക്നീക്ക് ഉണ്ട്. ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ആ ഫോട്ടോ വലുതായി വരും, ഒന്നോട് ക്ലിക്ക് ചെയ്യണം. ഇനി താഴെ വരുന്ന ആ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും, പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി. മെസ്സേജ് കോപ്പീഡ്. സോ വളരെ ഈസിയാണ്. ഈ വാട്സാപ്പ് വഴി വരുന്ന ഇമേജസും വീഡിയോ ഓഡിയോ ഒക്കെ നമുക്ക് വാട്സാപ്പിലൂടെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഫയൽ മാനേജർ അല്ലെങ്കിൽ ഗാലറിയിൽ പോകേണ്ട ആവശ്യമില്ല. സോ വളരെ ഈസിയാണ്. സെറ്റിങ്സിൽ പോവുക, വാട്സാപ്പ് സെറ്റിങ്സിൽ പോവുക, സ്റ്റോറേജ് ആൻഡ് ഡേറ്റ, മാനേജ് സ്റ്റോറേജ്. ഈ ഫോണിൽ 1.1 GB വാട്സാപ്പ് മീഡിയ ഉണ്ട്. അതുമാത്രമല്ല ലാർജർ ദാൻ 5 MB ഫയൽസ് സെപ്പറേറ്റ്ലി കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 5 MBക്ക് മേളിലുള്ള ഫയലുകൾ സെപ്പറേറ്റ്ലി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിതെല്ലാം എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഏതൊക്കെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് എത്രമാത്രം മീഡിയ വന്നിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് കണക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു കോൺടാക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് മീഡിയ ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് കൂൾ ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പം വാട്സാപ്പിൽ. പലപ്പോഴും മറ്റൊരാൾ നമ്മുടെ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനുണ്ട് എപ്പോഴും. ഇനി അയാൾ ചോദിക്കുന്നത് ആമസോണിലൊരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ മാപ്പ് നോക്കാൻ വേണ്ടിയായിരിക്കും. ഇനി ആ ഒരു മാപ്പ് മിനിമൈസ് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ കയറാൻ ചാൻസ് ഉണ്ടോ, നമ്മുടെ വാട്സാപ്പ് മെസ്സേജ് വായിക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഒരു
ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. ഇനി ആ ഒരു ടെൻഷൻ വേണ്ട. ആപ്പ് പിന്നിങ് അല്ലെങ്കിൽ സ്ക്രീൻ പിന്നിങ് എന്നൊരു ഓപ്ഷൻ നമ്മുടെ ആൻഡ്രോയിഡിലുണ്ട്. എല്ലാ ഫോൺസിലും ഉണ്ടോ എന്നറിയില്ല. സാംസങ്ങിൽ എന്തായാലും ഉണ്ട്. മറ്റ് ഫോൺസിൻ്റെ സെറ്റിംഗ്സിൽ കയറിയിട്ട് നിങ്ങൾ സ്ക്രീൻ പിന്നിങ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും. ഞാൻ ഈ സാംസങ് ഫോണിൽ ഇത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫ്രണ്ടിന് യൂട്യൂബ് ആപ്പ് സെർച്ച് ചെയ്യണമെന്നുണ്ട്. യൂട്യൂബ് ആപ്പിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യണം. ഫസ്റ്റ് യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് റീസെൻറ്റ് വിൻഡോയിലേക്ക് പോകണം. എന്നിട്ട് യൂട്യൂബിൻ്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. പിൻ ദിസ് ആപ്പ് എന്നൊരു ഫീച്ചർ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഈ ഒരു ആപ്പ് പിന്നായിട്ടുണ്ട്. ഇനി വേറെ ഒരു ആപ്പും തുറക്കാൻ പറ്റില്ല, ഇതിൻ്റെ പുറത്തേക്ക് പോകാനും പറ്റില്ല. സോ കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്താലും ബാക്ക് റൈറ്റ് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തേക്കൊന്നും പോകാനേ പറ്റത്തില്ല. സോ ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും, യൂട്യൂബിൽ മാത്രമേ കറങ്ങാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ വളരെ കൂളായൊരു ഫീച്ചർ തന്നെയാണ്. ഇങ്ങനെ വേറെ ഏത് ആപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് പിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് വളരെ കൂളായൊരു ഫീച്ചർ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സംഭവം മിനിമൈസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇനി നിങ്ങൾ ഇതിൻ്റെ പുറത്ത് എങ്ങനെ ഇറങ്ങും, ആ ഒരു സംഭവം ഉണ്ടല്ലോ, വളരെ ഈസിയാണ്. അവിടെ എഴുതി വന്നിരുന്നല്ലോ, നമ്മൾ മേളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതി. സോ ഇനി മറ്റൊരാളും അത് യൂസ് ചെയ്യുന്ന ആൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫോൺ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. ഫോൺ ലോക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വേണം, നിങ്ങളുടെ ഫേസ് അൺലോക്ക് വേണം, അല്ലെങ്കിൽ പിന്നിടേണ്ടി വരും. സോ വളരെ കൂളായൊരു ഫീച്ചറാണ്. നിങ്ങൾക്ക് പ്രൈവസി കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ പറ്റും ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുകയാണെങ്കിൽ. സോ ഇതായിരുന്നു 10 ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇനി നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ടിപ്പ് അല്ലെങ്കിൽ ട്രിക്ക് ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, അറിയിക്കുക. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.